എടക്കാട് സമരം ഒരു കാലഘട്ടത്തിൽ പത്രത്താളുകളിൽ നിറഞ്ഞു നിന്നിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു. ആ സമരമുഖത്ത് എന്തുകൊണ്ടോ പ്രകൃതിയെ ചൂഷണം ചെയ്ത ഈ ഹോസ്പിറ്റലിനെതിരെ, മൈത്ര ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന ഈ ഹോസ്പിറ്റലിനെതിരെ യാതൊരുവിധ നടപടികൾ എടുക്കാനും സർക്കാരിന് കഴിഞ്ഞില്ല. സമരം കൊടുമ്പിരി കൊണ്ടും ഒരു പ്രദേശത്തെയാകെ സമരമുഖത്തിൽ ആഴ്ത്തിക്കൊണ്ടിരുന്ന ഈ ഹോസ്പിറ്റൽ പടുത്തുയർത്തിയത് 18 ഏക്കർ വയൽ നിലങ്ങൾ നികത്തിക്കൊണ്ടായിരുന്നു. അതിന് സർക്കാരിന്റെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഒത്താശയും ഉണ്ടായി. ഇന്ന് ആ ഹോസ്പിറ്റൽ നടത്തിയിരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമുക്ക് പോകാം. മൈത്ര ഹോസ്പിറ്റൽ കഴിഞ്ഞ ദിവസം ഇറക്കിയിരുന്ന ഒരു പരസ്യത്തിൽ രാഷ്ട്രത്തെ ഉന്മൂലനം ചെയ്യുന്ന വിധത്തിൽ രാഷ്ട്രത്തിന്റെ അവിഭാജ്യ ഘടകമായ ജമ്മു കാശ്മീരിനെ വേർതിരിച്ചുകൊണ്ട് ഒരു ഭൂപടം പുറത്തിറക്കിയിരുന്നു. പരസ്യത്തിൽ വന്ന ഭൂപടം പുറത്തിറക്കിയതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കെതിരെയും നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഈ ഹോസ്പിറ്റലിന്റെ മാനേജർ, ഈ പരസ്യം പ്രസിദ്ധീകരിച്ച വ്യക്തിത്വങ്ങൾ, അതോടൊപ്പം തന്നെ എഡിറ്റിംഗ് ചെയ്ത എഡിറ്റർ, അതിന്റെ ഡയറക്ടർ, ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഡോക്ടർമാർ എന്നിവരെല്ലാവരും കുറ്റകൃത്യത്തിന് പങ്കാളികളാണ്. ആയതിൽ നടപടി സ്വീകരിക്കേണ്ടതാണ്. വർഷങ്ങളായി ഞാനടക്കമുള്ള ആളുകൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങിയതാണ്. ആ സമരത്തിന്റെ കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഇത്തരത്തിലൊരു രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തുവാൻ ഇവർക്ക് ആരാണ് അനുവാദം നൽകിയിരിക്കുന്നത്? ഇതിനെതിരെ നമുക്ക് എല്ലാവർക്കും പ്രതികരിക്കാം.